ശക്തമായ യുദ്ധം നടക്കുന്നു. വെട്ടിയും കുത്തിയുമുള്ള യുദ്ധത്തിനൊടുവിൽ 1521 ഓഗസ്റ്റ് 29 ബെൽഗ്രേഡ് കാസിൽ സുൽത്താൻ സുലൈമാൻ പിടിച്ചെടുക്കുന്നു. അതിനു മുകളിൽ ഓട്ടോമാൻ കൊടിവെച്ചു. കീഴടങ്ങിയവരെ നിരത്തി നിർത്തി. സുൽത്താൻ സുലൈമാൻ അവർക്ക് മുന്നിൽ വന്നിരുന്നു. തല കുനിച്ച് പേടിച്ച് നിൽക്കുന്ന അവരോട് സുൽത്താൻ സുലൈമാൻ പറയുന്നു, പേടിക്കണ്ട, കീഴടങ്ങി ദയയാചിക്കുന്നവരെ ഓട്ടോമാൻകാർ ഉപദ്രവിക്കാറില്ല. ബെൽഗ്രേഡ് ഇനി മുതൽ ഓട്ടോമാൻ്റെ ഭാഗമാണ്. ഞാനാണ് നിങ്ങളുടെ രാജാവ്. നിങ്ങൾ എന്നോട് ആദരവും കൂറും കാണിക്കാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ പ്രജകളായി കണ്ട് സംരക്ഷിക്കും. അത് കേട്ടവർ പരസ്പരം നോക്കി തലയാട്ടി. മാത്രാച്ചിയും അതൊക്കെ കണ്ട് തലയാട്ടി. പീരിപ്പാഷ, ഒരു വർഷത്തേക്ക് ഇവിടെ നിന്നും ടാക്സ് ഒന്നും പിരിക്കണ്ട. 2 കോടി സിൽവർ കോയിൻസ് നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഇവർക്ക് കൊടുക്കണം. ഈ സിറ്റിക്ക് സംഭവിച്ച എല്ലാ നാശനഷ്ടങ്ങളും നികത്താൻ എത്രയും പെട്ടെന്ന് ഇവിടെ സ്കൂളുകളും മോസ്കുകളും പണിയണം. ഇവിടെ ഉള്ളവരുടെ സെൻസസ് എടുക്കണം. സ്മെദേറോ പ്രൊവിൻസിൻ്റെ ഗവർണർ തന്നെ ബെൽഗ്രേഡിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കണം, സുൽത്താൻ സുലൈമാൻ പറഞ്ഞു. സ്മെദേറോയുടെ ഗവർണർ ബാലിബെ അത് സമ്മതിച്ചുകൊണ്ട് സുൽത്താനെ കുമ്പിട്ടു. അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഇത് കേട്ട ആശ്വാസമായി. ഇസ്താംബുൾ കൊട്ടാരത്തിൽ വാലിദ സുൽത്താനയും സുൽത്താൻ സുലൈമാൻ്റെ അഭാവത്തിൽ ഇസ്താംബൂളിൻ്റെ ഇൻചാർജുള്ള ലാലാ കാസിം പാഷയും തമ്മിൽ സംസാരിക്കുന്നു. പാഷ, വിജയ വാർത്ത അറിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അള്ളാ, എൻ്റെ പ്രാർത്ഥന കേട്ടതിൽ നന്ദി. എനിക്കറിയാം എൻ്റെ സിംഹക്കുട്ടി തന്നെ ജയിക്കുമെന്ന്. കിങ് ലൂയിസ് രണ്ടാമൻ പേടിച്ചേതോ മാളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ സുൽത്താന, ലാലാ പാഷ പറഞ്ഞു. ഈ സന്തോഷ വാർത്ത എല്ലാ ആളുകളെയും അറിയിക്കണം പാഷ. ആഘോഷങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാം. ഇൻക്യാരം വരുമ്പോൾ വളരെ ഗ്രാൻഡായൊരു വരവേൽപ്പ് തന്നെ നമുക്ക് ഒരുക്കാം. അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട വാലിദ സുൽത്താന, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സുൽത്താന അന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ അസുഖം മാറിയോ? എൻ്റെ മകൻ ബാത്തൂർ ബേ അവളെ ഒരിക്കൽ കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. അവളുടെ അസുഖമെല്ലാം മാറി അവൾ സുഖമായോ? ഇല്ല പാഷ, അവളുടെ അസുഖം വീണ്ടും കൂടി. ഫിസിഷ്യൻ പറയുന്നത് ഈ അസുഖം മാറില്ലെന്നാണ്. അങ്ങനെയാണോ? കഷ്ടമായിപ്പോയി. അവൾ വളരെ ചെറുപ്പമല്ലേ? അത് കേട്ട് വാലിദ സുൽത്താൻ ഒന്നും മിണ്ടാതെ നിന്നു. വയറിൽ പിടിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ഹുറം പറയുന്നു, വേഗം വേഗം വലുതാവും മോനെ. ഹുറം, ഇതൊരു മകളാണെങ്കിലോ? നീ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ടി വരരുത്, മരിയ പറയുന്നു. ഇതൊരു ഷെഹസാദാണ്, എനിക്കറിയാം. എൻ്റെ മകൻ സുൽത്താൻ സുലൈമാനെ പോലെ ഒരു ഗ്രേറ്റ് സുൽത്താനാവും. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്യും. നിഗാർ കാഫ ഒന്ന് ഡോറിൽ കൊട്ടുന്നു. ഹുറം, ഹുറം, വാ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താ? എവിടെ പോകാനാ? ഞാൻ പ്രഗ്നൻ്റാ, എനിക്കിപ്പോൾ ജോലിയൊന്നും ചെയ്യാനാവില്ല. ഹുറം ഹാത്തൂൻ, ഞാൻ വരാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ വരണം. ഞാൻ വിളിക്കുന്നത് നിൻ്റെ തന്നെ നല്ലതിനു വേണ്ടിയാ. സത്യമാണോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല, വാ. ഹുറം മരിയെ തിരിഞ്ഞു നോക്കിയിട്ട് നിഗാറിൻ്റെ കൂടെ പോകുന്നു. ഹരത്തിലെ പെണ്ണുങ്ങൾ അവരുടെ ഡ്രസ്സ് തയ്ക്കാനുള്ള തുണി തിരഞ്ഞെടുക്കുകയായിരുന്നു. നിഗാർ ഹുറത്തിനെയും കൊണ്ട് അങ്ങോട്ട് വന്നു. നിൻ്റെ വയറ് വലുതായി വരികയാണ്, അതുകൊണ്ട് പുതിയ ഡ്രസ്സ് തയ്ക്കേണ്ടി വരും. നിനക്ക് വേണ്ട തുണി തിരഞ്ഞെടുത്തോ. ഹുറം ഓരോന്നെടുത്ത് നോക്കുമ്പോൾ മാഹിദേവരാൻ സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. എല്ലാവരും അവരെ കണ്ട് തല കുമ്പിട്ടു. ഹുറം മാത്രം അവരെ ശ്രദ്ധിച്ചില്ല. നിഗാർ കാഫ, എനിക്ക് ഈ തുണികളൊന്നും വേണ്ട. സുൽത്താൻ സുലൈമാൻ എനിക്ക് സമ്മാനമായി തന്ന അതിമനോഹരമായ സിൽക്ക് തുണികൾ എൻ്റെ പെട്ടിയിലിരിപ്പുണ്ട്. ഒരു സുൽത്താനയ്ക്ക് ചേരുന്ന തുണികൾ, അത് വെച്ച് എൻ്റെ ഡ്രസ്സ് തയ്ക്കാം, ഹുറം പറയുന്നു. അത് കേട്ട മാഹിദേവരാൻ സുൽത്താന അവളുടെ അടുത്തേക്ക് വരുന്നു. അവിടെ നിലത്ത് കിടന്ന ഒരു തുണിയെ പറയുന്നത് പോലെ ഹുറത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, ഈ വൃത്തികെട്ട സാധനം എൻ്റെ മുന്നിൽ നിന്ന് എടുത്തു മാറ്റൂ. ഇത് സുൽത്താൻ സുലൈമാൻ ഒട്ടും ചേരാത്ത ഒന്നാണ്. ഹുറം കുറച്ചുകൂടി മാഹിദേവനാൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു. നിഗാർ അവളെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ അവൾ തട്ടി മാറ്റിയിട്ട് മുന്നിൽ വന്നു നിന്ന് പറയുന്നു, സുൽത്താൻ സുലൈമാൻ്റെ ഹെറത്തിലുള്ള വൃത്തികെട്ട എന്തായാലും ആരായാലും പുറത്തായിരിക്കും. മനോഹരമായത് മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ. മാഹിദേവരാൻ സുൽത്താൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നിട്ട് പറയുന്നു, നിന്നെപ്പോലെ അഹങ്കാരം പിടിച്ച എല്ലാ പെണ്ണുങ്ങളും ഇപ്പോൾ ഓൾഡ് പാലസിലാണുള്ളത്. നീയും അവിടെ പോവും. നിഗാർ കാഫ നിസ്സഹായിയായി നോക്കി നിന്നു. ഒരു ഷേസാദിൻ്റെ അമ്മയായ ഒരു സ്ത്രീ എങ്ങനെയാണ് പാലസ് വിട്ട് പുറത്തു പോകുന്നത്? നിനക്ക് എങ്ങനെ അറിയാം ഇതൊരു ഷേസാദാണെന്ന്? എനിക്കറിയാം, ഇതൊരു ആൺകുട്ടിയാണ്. എനിക്ക് ഒരുപാട് ആൺകുട്ടികൾ ഇനിയും ഉണ്ടാവും. നീ ഈ പ്രസവത്തോടെ തന്നെ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് മാഹിദേവരാൻ ദേഷ്യപ്പെട്ടു പോകുന്നു. ഹുറം നിന്ന് പരിങ്ങി. നിഗാർ കാഫയും ഒന്നും മിണ്ടാനാവാതെ നിന്നു. മാഹിദേവരാൻ സുൽത്താന അവർ എടുത്തു വെച്ചിരുന്ന മരുന്നെടുത്ത് നോക്കുന്നു. അത് കൂടിയ അളവിൽ കഴിച്ചാൽ ഹാർട്ടിന് പ്രോബ്ലം ആവുമെന്ന് ഫിസിഷ്യൻ പറഞ്ഞത് അവർ ഓർക്കുന്നു. അപ്പോഴേക്കും ഷെഹസാദ മുസ്തഫ അവിടേക്ക് കയറി വരുന്നു. മരുന്ന് അവിടെ തിരികെ വെച്ചിട്ട് അവരവനെ എടുക്കുന്നു. ക്യാമ്പിൽ ഇബ്രാഹിമിനോട് മാത്രാച്ചി പറയുന്നു, ഇവിടെ യുദ്ധം ചെയ്ത് എനിക്ക് ബോറടിക്കുന്നു. നമുക്ക് കുറച്ചു നേരം ചെസ്സ് കളിക്കാം. തനിക്ക് തോറ്റു മതിയേയില്ലേ മാത്രാച്ചി? ഞാൻ തൻ്റെ ഈ കത്തി എടുത്തോട്ടെ? അയാൾ അരയിൽ തിരികെ വെച്ചിരുന്ന കത്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇബ്രാഹിം പറഞ്ഞു.
അത് തരില്ല, എനിക്ക് ഇൻക്യാരം തന്നതാ. അതെനിക്കറിയാം, അതാ ചോദിച്ചത്. ഒരു ഗാർഡ് വന്ന് ഇബ്രാഹിമിനോട് പറയുന്നു. ഇസ്താംബൂളിൽ നിന്നൊരു മെസ്സഞ്ചർ കത്തുകളുമായി വന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്. ഇൻക്യാരം ഇപ്പോൾ ബിസിയാണ്. ഒരു ലെറ്റർ താങ്കൾക്കും വന്നിട്ടുണ്ട് ഇബ്രാഹിം എഫൻഡി. ഇബ്രാഹിം സംശയിച്ചുകൊണ്ടത് വാങ്ങുന്നു. മാത്രാച്ചിയും അത് ശ്രദ്ധിക്കുന്നു. ഇബ്രാഹിം ആ ലെറ്റർ തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ മാത്രാച്ചി പറയുന്നു, ശരി, ഞാൻ ഇൻക്യാരം എനിക്ക് തന്ന കത്തി തരാം. പക്ഷേ ആ ലെറ്റർ എനിക്കും വായിക്കാൻ തരണം. വേണ്ട, എനിക്കിപ്പോൾ കുറച്ച് പണിയുണ്ട്. താങ്കൾ കളിക്കാൻ വേറെ ആരെങ്കിലും നോക്കൂ. മാത്രാച്ചി ആ ലെറ്ററിലേക്ക് എത്തി നോക്കുമ്പോൾ ഇബ്രാഹിം അത് മടക്കി വെച്ചിട്ട് പോകുന്നു. മാത്രാച്ചി ചിരിച്ചു. ഇബ്രാഹിം ക്യാമ്പിൽ നിന്നും കുറച്ച് ദൂരെ മാറി നിന്ന് ആ ലെറ്റർ വായിക്കുന്നു. സൂര്യപ്രകാശത്തിനോ ചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞ രാത്രിക്കോ എന്നെ സന്തോഷിപ്പിക്കാനാവുന്നില്ല. നിങ്ങളില്ലാത്ത മാർബിൾ ബാൽക്കണി കാണുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങുകയാണ്. നിങ്ങളുടെ മധുരകരമായ വയലിൻ വായനയുടെ ശബ്ദം കേട്ടാണ് എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ഞാൻ ഉണരുന്നത്. യുദ്ധഭൂമിയിൽ നിങ്ങളെ കാക്കണേ എന്നത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ തിരിച്ചുവരവിനായി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ മറക്കരുത്. പിന്നെ ഇവിടെ സന്തോഷകരമായൊരു വാർത്തയുണ്ട്. ഹുറം ഖാത്തൂൻ പ്രഗ്നൻ്റ് ആണ്. അതുവരെ പ്രണയാതുരമായിരുന്ന ഇബ്രാഹിമിൻ്റെ മുഖം പെട്ടെന്ന് മാറി. ഹുറം പ്രഗ്നൻ്റ് ആണ്. അവസാനം അവളത് നേടിയെടുത്തു. റുത്തേനിയൻ സ്ത്രീ, ഇബ്രാഹിം സ്വയം പറയുന്നു. ഹുറം അവളുടെ പെട്ടി തുറന്ന് സുലൈമാൻ കൊടുത്ത തുണികളെടുത്ത് നോക്കുന്നു. നിഗാർ കാഫ അസ്വസ്ഥമായി അത് നോക്കി നിന്നു. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? ഇതാണ് എനിക്ക് ചേരുന്നത്. നീ നിന്റെ നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവില്ല ഹുറം. മാഹിദേവ്രാൻ സുൽത്താനയോട് അങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? അവർ നിന്റെ കർണത്തടിക്കുമോ എന്നതായിരുന്നു എൻ്റെ പേടി. നിഗാർ പറഞ്ഞു. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവർ എന്നെ ഒന്നും ചെയ്യില്ല. ഹുറം വളരെ നിസ്സാര മട്ടിൽ പറഞ്ഞു. എൻ്റെ കൂടെ സുലൈമാനുണ്ട്, ഞങ്ങളുടെ മോനുണ്ട്. ഇതൊരു ഗേളാണെങ്കിൽ നീ എന്തു ചെയ്യും? നീ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക, നിഗാർ പറഞ്ഞു. ഈ തുണി എനിക്ക് നന്നായി ചേരുന്നില്ലേ? ഹുറം ഒരു തുണി എടുത്തു വെച്ച് കാണിക്കുന്നു. നിഗാർ ഒന്നും മിണ്ടാതെ ആളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ക്യാമ്പിൽ സുൽത്താൻ സുലൈമാൻ ചോദിക്കുന്നു, എഴുതാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ് ഇൻക്യാരം. എന്നാൽ എഴുതൂ. സുൽത്താൻ സുലൈമാൻ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ശാസനകൾ വരുമ്പോൾ നിങ്ങൾക്കറിയാനാവും. ഞാൻ ഹംഗറിയിലേക്ക് മാർച്ച് നടത്തി യുദ്ധം ചെയ്ത് അവിടം പിടിച്ചെടുത്തു. ജിഹാദ് നടത്തുക എന്ന എൻ്റെ കർത്തവ്യം ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കായും ഞാൻ ചെയ്തു. ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവിശ്വാസികളുടെ നാട്ടിലേക്കെത്തി. അതിശക്തമായ കോട്ടമതിലുകൾ തകർത്ത് ബെൽഗ്രേഡ് കാസിൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ പിടിച്ചെടുത്തു. എൻ്റെ ധീര സൈനികർ അതിനു മുകളിൽ ഓട്ടോമാൻ കൊടിയുയർത്തി. ഇസ്ലാം എന്ന പൂന്തോട്ടത്തിലെ പനീർ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞ ഇളം കാറ്റ് അവിടുത്തെ ആളുകളുടെ ഹൃദയത്തിൽ നിറച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ശരിയാ നിയമം ഇവിടെ നടപ്പാക്കി. കഠിനമായ ശൈത്യകാലം എത്തും മുമ്പ് എൻ്റെ ആർമിയുമായി ഞാൻ ഇസ്താംബൂളിലേക്ക് തിരിച്ചുപോയി. സുലൈമാൻ പറഞ്ഞു നിർത്തി. ഇൻക്യാരം 1521 സെപ്റ്റംബറിൽ ബെൽഗ്രേഡിൽ എഴുതി വയ്ക്കാം. എഴുതാനിരുന്ന ആൾ പറഞ്ഞു. ഹരത്തിൽ പെണ്ണുങ്ങൾ മ്യൂസിക് ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. ശക്തമായ വെടിയൊച്ച കേട്ട് അവർ ഞെട്ടുന്നു. നിഗാർ കാഫ പറയുന്നു, ആരും പേടിക്കേണ്ട. ഇത് ബെൽഗ്രേഡ് കാസിൽ പിടിച്ചെടുത്തതിൻ്റെയും യുദ്ധം നമ്മൾ ജയിച്ചതിൻ്റെയും അറിയിപ്പാണ്. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. സുൽത്താൻ സുലൈമാൻ വരും, ഹുറം സന്തോഷത്തോടെ സ്വയം പറയുന്നു. ഇബ്രാഹിം ഇസ്താംബൂളിൽ നിന്ന് വന്ന ലെറ്ററുകൾ സുൽത്താൻ സുലൈമാൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം ട്രഷറി റെക്കോർഡ്സാണ്. ഒരു ലെറ്റർ ഹുറം ഖാത്തൂൻ അങ്ങേക്ക് എഴുതിയിട്ടുണ്ട്. റെക്കോർഡ്സ് പിന്നെ നോക്കാം. ഹുറത്തിൻ്റെ ലെറ്റർ എനിക്ക് തരൂ, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം അത് സുലൈമാന് കൊടുക്കുന്നു. സുലൈമാൻ അതിയായ സന്തോഷത്തോടെ വാങ്ങി വായിക്കുന്നു. എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുൽത്താനെ, എൻ്റെ സന്തോഷത്തിൻ്റെ ഒരേ ഒരു കാരണമായവനെ, അങ്ങയുടെ ഈ ദാസിയുടെ ഹൃദയം അങ്ങയെ ഒന്ന് കാണാനായി ദാഹിക്കുകയാണ്. അങ്ങില്ലാതെയുള്ള ജീവിതം എനിക്ക് മരണത്തിന് തുല്യമാണ്. ലെറ്റർ വായിച്ചുകൊണ്ടിരുന്ന സുലൈമാനോട് ഇബ്രാഹിം പറയുന്നു, ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട് ഇൻക്യാരം. എന്താണ്? ഹുറം ഖാത്തൂൻ പ്രഗ്നൻ്റ് ആണ്. അതേക്കുറിച്ച് ഹുറം ഈ ലെറ്ററിൽ പറഞ്ഞിട്ടില്ലല്ലോ. നീ എങ്ങനെ അറിഞ്ഞു? എനിക്ക് ഹെറത്തിൽ നിന്നും ലെറ്റർ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നതാ. നന്ദിയല്ല, നീ നിൻ്റെ ഈ ദാസനിൽ നിന്ന് എത്ര വട്ടം കാരുണ്യം ചൊരിഞ്ഞു, സുലൈമാൻ പ്രാർത്ഥനയോടെ പറയുന്നു. ഇബ്രാഹിമിൻ്റെ മുഖത്ത് നിരാശയുണ്ടായിരുന്നു. ബുദ പാലസ്, ഹംഗറി. കിങ് ലൂയിസ് പറയുന്നു, ബുദയിലേക്ക് വരാൻ ഓട്ടോമാൻ സുൽത്താന് ഭയമായിരിക്കും. അയാൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. സഹായി ആൻഡ്രു അയാളെ സൂക്ഷിച്ചു നോക്കുന്നു. ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു. നിങ്ങൾ നന്നായി പ്രതിരോധിച്ചു. സൈനികർ തല കുമ്പിട്ടു. രാജാവേ, എൻ്റെ ചെവി ശരിക്ക് കേൾക്കുന്നില്ല. ചിലപ്പോൾ പ്രായം കൂടിയത് കൊണ്ടാവാം. പക്ഷേ നന്നായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഒരിടത്തും വിജയിച്ചില്ല. നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി ബെൽഗ്രേഡ് നഷ്ടമായി. അവിടുത്തെ ആളുകളെയും പള്ളികളും അവർ പിടിച്ചെടുത്തു.
ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് പറയുന്നു. കിങ് ലൂയിസിൻ്റെ സഹായി അയാൾ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന രീതിയിൽ അയാളെ നോക്കുന്നു. കാർഡിനൽ പോൾ, ഞാനൊരു നുണയനാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? ക്രിസ്ത്യൻ സഭ ഒരിക്കലും നുണ പറയുന്നവരെ അംഗീകരിക്കില്ല. അതൊരു വലിയ പാപമായാണ് കണക്കാക്കുന്നത്. കിങ് ലൂയിസ് ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു. വത്തിക്കാൻ പാലസ്. മാർപ്പാപ്പ പറയുന്നു, നൂറ്റാണ്ടുകളായി ഓട്ടോമാൻ സുൽത്താൻമാർ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട കാര്യമാണ് സുൽത്താൻ സുലൈമാൻ നേടിയിരിക്കുന്നത്. കിങ് ലൂയിസ് നമ്മൾ കൊടുത്ത മുന്നറിയിപ്പുകൾ സീരിയസ് ആയി എടുത്തില്ല. അയാൾ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറി. ഇപ്പോൾ ഹംഗറിയെ രണ്ടായി പിളർത്തിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ യൂറോപ്പിലേക്ക് കടന്നു കയറി. ഇതൊരു പാഠമാകണം. ഓട്ടോമാൻ സുൽത്താൻ ബുധയിലേക്ക് വന്നില്ല. കിങ് ലൂയിസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയില്ല. ഇപ്പോൾ അവർ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. ഇതിനർത്ഥം അവർ തോറ്റു എന്നല്ല. അവർ ഇനിയും ഇവിടേക്ക് വരും. ഈ ശൈത്യകാലം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് പ്രതീക്ഷിക്കാം. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. സുൽത്താൻ സുലൈമാൻ്റെ വിജയവാർത്ത അറിഞ്ഞ സന്തോഷത്തിൽ ആഘോഷങ്ങൾക്കായി വാലിദ സുൽത്താനയും ഖദീജ സുൽത്താനയും മാഹിദേവ്രാൻ സുൽത്താനയും പാലസ് ഗാർഡനിൽ നിൽക്കുന്നു. ബാദിഷ സുൽത്താൻ സുലൈമാൻ നീണാൽ വാഴട്ടെ, ബാദിഷ സുൽത്താൻ സുലൈമാൻ നീണാൽ വാഴട്ടെ, ഷഹസാദ് മുസ്തഫ തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നു. വാ, ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്ക് എൻ്റെ സിംഹക്കുഞ്ഞെ, വാലിദ സുൽത്താന പറയുന്നു. ഷഹസാദ് മുസ്തഫ അവരെ കെട്ടിപ്പിടിക്കുന്നു. ബാബ ഇപ്പോൾ എത്തുമോ? ബാബ വരും. ഖദീജ, എനിക്കും യുദ്ധം ചെയ്ത് ക്യാസിലൊക്കെ പിടിച്ചെടുക്കണം. തീർച്ചയായും എൻ്റെ ഷഹസാദ്, നീയും ബാബയെ പോലെ വിജയിച്ചു വരും. ഷഹസാദ് മുസ്തഫ അവിടുന്ന് ഓടിപ്പോകുന്നു. ഖദീജ സുൽത്താന പുറകെ ഓടിപ്പോയി. വാലിദ സുൽത്താന മാഹിദേവ്രാൻ സുൽത്താനയോട് പറയുന്നു, മാഹിദേവ്രാൻ, നീ അച്ചടക്കത്തോടെ പെരുമാറി. ഇതാണ് ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിച്ചത്. നീ ഹുറവുമായുള്ള വഴക്കൊക്കെ നിർത്തി. വളരെ നന്നായി നിൽക്കുന്നുണ്ട്. നന്ദി വാലിദ സുൽത്താന, നിങ്ങളാണ് എന്നെ എല്ലാം മനസ്സിലാക്കി തന്നത്. വാലിദ സുൽത്താന മാഹിദേവ്രാനെ സ്നേഹത്തോടെ പുറത്തു തട്ടി. 2 മാസങ്ങൾക്ക് ശേഷം സുൽത്താൻ സുലൈമാൻ ഇസ്താംബൂളിലേക്ക് തിരികെ എത്തുന്നു. ഹുറം സന്തോഷത്തോടെ സുലൈമാനെ കാത്തിരിക്കുകയായിരുന്നു. അവൾ വയറിൽ പിടിച്ചുകൊണ്ട് സ്വയം പറയുന്നു, എൻ്റെ രാജകുമാര, മോനെ, സുൽത്താൻ സുലൈമാൻ തിരികെ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇന്ന് നമ്മളെ കാണാനെത്തും. ഇനി അദ്ദേഹം വന്നില്ലെങ്കിലോ? നമ്മളെ വിളിക്കാതെ അദ്ദേഹം ഷഹസാദ് മുസ്തഫയെയും മാഹിദേവ്രാനെയും കാണാൻ പോകുമോ? നമ്മളെ മറന്നിട്ടുണ്ടാവുമോ? ഇല്ല, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളും ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. സുൽത്താൻ സുലൈമാൻ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്നിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നു. വാലിദ സുൽത്താൻ അയാളെ നോക്കി ചിരിച്ചു. ബാക്കി എല്ലാവരും തലകുമ്പിട്ട് നിന്നു. മുസ്തഫ, എൻ്റെ സിംഹക്കുട്ടി, സുലൈമാൻ വിളിച്ചു. മുസ്തഫ ഓടിച്ചെന്നു. അയാൾ അവനെ എടുത്ത് ഉമ്മ വെച്ചു. സുലൈമാൻ വാലിദ സുൽത്താനയുടെ കൈ മുത്തിയിട്ട് അവരെ ഹഗ് ചെയ്തു. ഹുറം വൈകാതെ ഒരു ഷഹസാദിന് ജന്മം നൽകും, വാലിദ സുൽത്താന പറഞ്ഞു. എനിക്കറിയാം, ഞാൻ വളരെ സന്തോഷത്തിലാണ് വാലിദ. അപ്പോൾ ഇവിടെ ചാരന്മാരുണ്ടോ? അത് കേട്ട് സുലൈമാൻ ചിരിച്ചു. ഖദീജ, സുലൈമാൻ വിളിച്ചു. ഖദീജ സുൽത്താന സുലൈമാൻ്റെ കൈമുത്തി. അയാൾ അവളുടെ കവളിൽ തട്ടിയിട്ട് മാഹിദേവ്രാനെ നോക്കാതെ മുന്നോട്ട് പോയി വീണ്ടും മുസ്തഫയെ എടുത്തു. മാഹിദേവ്രാൻ്റെ മുഖം പെട്ടെന്ന് മാറി. വാലിദ സുൽത്താന അത് ശ്രദ്ധിക്കുന്നു. ഹുറം അസ്വസ്ഥയായി അവളുടെ ചേംബറിൽ നടക്കുന്നു. ഇടയ്ക്ക് പോയി ഡോർ തുറക്കുമ്പോൾ നിഗാർ അവളെ തടയുന്നു. ഞാൻ പുറത്തേക്കൊന്ന് നോക്കിയതേയുള്ളൂ. എനിക്ക് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് കാണണം. നിഗാർ അത് കേട്ട് ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണുകയാവും. വാലിദ സുൽത്താന, ഖദീജ സുൽത്താന, എല്ലാവരെയും. നിഗാർ കാഫ പറഞ്ഞു. മാഹിദേവ്രാനെയും കാണില്ലേ? തീർച്ചയായും. മാഹിദേവ്രാൻ ഹസേക്കി സുൽത്താനയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി. അപ്പോൾ ഞാനാരാണ്? ഞാനും സുൽത്താൻ സുലൈമാൻ്റെ പെണ്ണല്ലേ? ആദ്യം നീ പ്രസവിക്കൂ, അപ്പോൾ നീയും ഹസേക്കി സുൽത്താനയാവും. അതെ, ഞാനൊരു സ്ട്രോങ് ബോയെ പ്രസവിക്കും. നിഗാർ കാഫ അത് കേട്ട് ചിരിച്ചു. മാഹിദേവ്രാൻ സുൽത്താന കരച്ചിലടക്കി പിടിച്ച് റൂമിലേക്ക് കയറി വന്നു. അവിടെ ഇരുന്ന് കരയുന്നു. പെട്ടെന്ന് എന്തോ ചിന്തിച്ച് അലമാര തുറന്ന് അതിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മരുന്നെടുക്കുന്നു. എന്നിട്ട് എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ നോക്കുന്നു. ഗുൽഷയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഗുൽഷ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്ത് ചോദ്യമാണ് എൻ്റെ സുൽത്താന? തീർച്ചയായും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമോ? എൻ്റെ ജീവൻ തന്നെ തരും. എനിക്ക് നിൻ്റെ ജീവനല്ല വേണ്ടത്, എനിക്ക് ഹുറത്തിൻ്റെ ജീവൻ വേണം. അത് കേട്ട ഗുൽഷയൊന്ന് ഞെട്ടി. നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ, ഈ മരുന്ന് കൂടിയ അളവിൽ ഉപയോഗിച്ചാൽ അത് അപകടമാവുമെന്ന്. ഇന്ന് രാത്രി നീ ഇത് ഹുറത്തിൻ്റെ ഭക്ഷണത്തിൽ ചേർക്കണം. നാളെ രാവിലെ മുതൽ എനിക്ക് അവളെ കാണണ്ട. ഇത് കേട്ട ഗുൽഷയൊന്ന് പരിങ്ങി. ഞാനിതെങ്ങനെ ചെയ്യാനാ എൻ്റെ സുൽത്താന? ഞാൻ അവിടെ കയറുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. ആരെങ്കിലും കണ്ടാൽ അവർക്ക് ഗോൾഡ് കോയിൻസ് കൊടുക്കാമെന്ന് പറയൂ. ഇത് ചെയ്തിട്ട് വന്ന് നിനക്ക് എന്നോട് എന്തും ചോദിക്കാം, ഞാൻ ചെയ്തു തരും. ഗുൽഷ മനസ്സില്ലാ മനസ്സോടെ ആ കുപ്പി കയ്യിലെടുക്കുന്നു. എന്നിട്ട് മാഹിദേവ്രാനെ നോക്കുന്നു.
ഗുൽഫാം രഹസ്യമായി ഇബ്രാഹിമിനോട് വന്ന് പറയുന്നു. ഖദീജ സുൽത്താന രാത്രി ഫിഗ് മരങ്ങളുടെ പുറകിൽ വരും. ഇത് ഖദീജ സുൽത്താന തന്നുവിട്ടതാണ്. ഒരു റോസാപ്പൂ കൊടുത്തുകൊണ്ട് ഗുൽഫാം പറഞ്ഞു. ഇബ്രാഹിം അത് വാങ്ങി നോക്കി. ശരി, ഞാൻ തീർച്ചയായും രാത്രി അവിടെ വരാം, ഇബ്രാഹിം പറയുന്നു. സുംബുലാകെ പേടിച്ച് അവിടേക്ക് ഓടി വരുന്നു. അയാളെ കണ്ടതും ഗുൽഫാം അവിടുന്ന് വേഗം പോകുന്നു. സുംബുൽ സംശയിച്ച് അവിടെ നിന്നു. ഇബ്രാഹിം പൂവ് പിറകിലേക്ക് പിടിച്ചു. സുംബുലാക, ഇബ്രാഹിം വിളിച്ചു. സുംബുൽ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് വന്നു. ഹുറത്തിനെ ഇങ്ങോട്ട് വിളിക്കൂ. അത്രേ ഉള്ളോ? ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഇങ്ങോട്ട് വിളിക്കാം, സുംബുൽ ചിരിച്ചുകൊണ്ട് പറയുന്നു. ശരി, പൊക്കോ. സുംബുൽ ഗുൽഫാം പോയ വഴിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോകുന്നു. ഇബ്രാഹിം തിരിഞ്ഞ് അയാളെ തന്നെ നോക്കി നിന്നു. ഹുറം സന്തോഷത്തോടെ സുംബുലിൻ്റെ കൂടെ ഓടി വരുന്നു. പതുക്കെ നടക്ക്, നീ പ്രഗ്നൻ്റ് ആണ്, സുംബുൽ പറയുന്നു. സുലൈമാൻ അവൾക്ക് കൊടുക്കാനുള്ള ഒരു മാല എടുത്ത് നോക്കുകയായിരുന്നു. പുറകിൽ ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് അയാൾ പുഞ്ചിരിക്കുന്നു. ഇൻകാരം, ഹുറം വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കുന്നു. ഹുറം സന്തോഷത്തോടെ അയാളെ വന്ന് കെട്ടിപ്പിടിച്ചു. അവൾക്ക് കരച്ചിൽ വന്നു. ഞാൻ തിരികെ എത്തി എൻ്റെ പൊന്നെ, സുലൈമാൻ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നമ്മൾ വേർപിരിയില്ല. സുലൈമാൻ സ്നേഹത്തോടെ അവളുടെ വയറിൽ തടവുന്നു. എന്നിട്ട് കിസ് ചെയ്തു. വരൂ ഹുറം. അവളെ കൊണ്ടുപോയി കണ്ണാടിക്ക് മുന്നിൽ നിർത്തിയിട്ട് അവൾക്ക് വേണ്ടി അയാൾ കൊണ്ടുവന്ന നെക്ലേസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും കിസ് ചെയ്തു. ഗുൽഷ ആരും കാണാതെ ഹസീബെ എന്നൊരു പെണ്ണിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു. എന്താ, എന്തിനാ വിളിച്ചേ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, എനിക്ക് പോകണം. ഞാൻ നിനക്കൊരു സാധനം തരാൻ വിളിച്ചതാണ്. ഇന്നാ, ഇത് ഹുറത്തിൻ്റെ ഫുഡിൽ ചേർക്കണം. എന്താ ഇത്? അയ്യോ, എനിക്ക് പറ്റില്ല, എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. അവളത് തിരികെ കൊടുക്കുന്നു. ഒരു പ്രശ്നവുമില്ല, അവൾക്കൊരു വയറിളക്കം വരും, അത്രമാത്രം. ഇന്ന് രാത്രി അവൾ സുൽത്താൻ സുലൈമാൻ്റെ കൂടെ കിടക്കരുത്, അതിനു വേണ്ടിയാ. അയ്യോ, സുൽത്താൻ സുലൈമാൻ എങ്ങാനും ഇത് കഴിച്ചാൽ അവരെന്നെ കൊന്നുകളയും. നീ ഇത് പിടിച്ചേ, അവൾക്കൊരു വയറിളക്കം വരും, അത്രേ ഉള്ളൂ. ഗുൽഷ അത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. നീ ഇത് പുഡിങ്ങിലിട്ടാൽ മതി. പുഡിങ് സുൽത്താൻ സുലൈമാൻ ഇഷ്ടമല്ല. പിന്നെ അവൾക്ക് വയറിളക്കം വന്നാൽ ആർക്കും മനസ്സിലാവില്ല. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചോളും. ആ പിശാച് മുഴുവൻ പുഡിങ്ങും കഴിച്ചോളും. നീ വിഷമിക്കണ്ട, ഹസീബയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഗുൽഷ പറഞ്ഞു. നീ ഇത് ചെയ്താൽ നിന്നെ പൊന്നുകൊണ്ട് മൂടും. ഇത് കഴിച്ചാൽ വയറിളക്കം മാത്രമല്ലേ വരുള്ളൂ, ഉറപ്പാണല്ലോ? ഹസീബെ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. ഗുൽഷ തലയാട്ടുന്നു. അവൾ അതും കൊണ്ട് പോകുന്നു. ഗുൽഷ ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തിരിച്ചു പോകുന്നു. രാത്രി ഹുറവും സുലൈമാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നിന്റെ ടർക്കിഷ് ലാംഗ്വേജ് നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, സുൽത്താൻ സുലൈമാൻ പറഞ്ഞു. അങ്ങേക്ക് ഞാൻ എഴുതിയ ലെറ്റർ ഇഷ്ടപ്പെട്ടോ? ആ ലെറ്റർ നീ തന്നെ എഴുതിയതാണോ? സത്യം പറ. അത് ഞാൻ പറഞ്ഞു കൊടുത്ത നിഗാർ കാഫയെ കൊണ്ട് എഴുതിച്ചതാണ്. എഴുതാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സ്വന്തമായി ഞാനിനി എഴുതും. സുലൈമാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എനിക്ക് കുറച്ച് പേപ്പർ താ, ഞാൻ ഇപ്പോൾ തന്നെ എഴുതി കാണിക്കാം, സുലൈമാൻ ചിരിച്ചു. ഹുറം അപ്പോൾ തന്നെ എണീറ്റ് പോയി സുലൈമാൻ്റെ ടേബിളിൽ ഇരുന്ന ഒരു പേപ്പർ എടുത്ത് എഴുതുന്നു. സുലൈമാൻ പിറകെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അയ്യോ, ഞാൻ എഴുതുന്നത് നശിപ്പിക്കല്ലേ. നോക്കട്ടെ എന്താണ് നീ എഴുതിയതെന്ന്. അയാൾ അത് വായിച്ചു നോക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും കെട്ടിപ്പിടിച്ചു. അടുക്കളയിൽ കുക്ക് ഷെക്കേറാഗ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വീറ്റ്സ് എടുക്കുകയായിരുന്നു. സുലൈമാൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതൊരാൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഷെക്കേറാഗ അത് അയാൾക്ക് കൊടുക്കുന്നു. ഇന്നാ, ഇതിൽ ഞാൻ വിഷം എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കൂ. ഷെക്കേറാഗ, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്. എന്നിട്ട് അയാൾ ടേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇൻകാരത്തിന് ഇത് വളരെ ഇഷ്ടപ്പെടും, കൊടുത്തു വിട്ടോ. ഷെക്കേറാഗ അത് കൊടുത്തു വിടുന്നു. ഹസീബയാണ് അന്നത് കൊണ്ടുപോകുന്നത്. അവൾ അതിൽ മരുന്ന് ചേർക്കുന്നു. ഇതേ സമയം ഇബ്രാഹിം ഖദീജ സുൽത്താനെ കാണാനായി ഫിഗ് മരത്തോട്ടത്തിൽ പോയിരിക്കുകയായിരുന്നു. സേഫായി തിരിച്ചെത്തിയതിൽ സന്തോഷം. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഖദീജ സുൽത്താന പറയുന്നു. ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ തൂവാല ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ സുൽത്താന. ഖദീജ സുൽത്താൻ ആ തൂവാലയിൽ തൊടുമ്പോൾ ഇബ്രാഹിമിൻ്റെ കയ്യിൽ കൂടി സ്പർശിക്കുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. അല്പം മാറി ഗുൽഫാം അവിടെ നിന്നിരുന്നു. സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ ഒരു കാവൽക്കാരൻ വന്ന് കുമ്പിട്ടിട്ട് പറയുന്നു. ഇൻകാരം, പുഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, കൊണ്ടുവാ. എൻ്റെ പുഡിംഗ് വന്നു, ഞാൻ അതിനെ കാത്തിരിക്കുകയായിരുന്നു ഇൻകാരം, ഹുറം പറയുന്നു. പുഡിംഗ് കൊണ്ടുവന്ന് വെച്ചു. ഹുറം അതെടുത്ത് ആർത്തിയോടെ കഴിക്കുന്നു. മാഹിദേവരാൻ സുൽത്താന അവരുടെ ചേംബറിൽ തലയിൽ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എൻ്റെ തലവേദന മാറും, എൻ്റെ കുടുംബത്തിൽ സമാധാനം വരും, ഇൻകാരം എന്നെ പഴയതുപോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും, മാഹിദേവരാൻ സ്വയം പറയുന്നു. ഗുൽഷ അങ്ങോട്ട് കയറി വരുന്നു. സുൽത്താന, നീയോ? നീ പറഞ്ഞതുപോലെ ചെയ്തോ? വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അവളുടെ പുഡിങ്ങിൽ ചേർത്തിട്ടുണ്ട്. അവളിപ്പോഴത് കഴിച്ചിട്ടുണ്ടാവും. സത്യമാണോ? അതെ. എന്തു പറ്റി സുൽത്താന, നിങ്ങൾ ഓക്കെ ആണോ?
എൻ്റെ തല വെട്ടിപ്പൊളിയുകയാണ്. ഈ വേദന എനിക്ക് സഹിക്കാനാവുന്നില്ല. മാഹിദേവരൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗുൽഷൻ നെറ്റി തടവി കൊടുക്കുന്നു. ഹുറം ആർത്തി പിടിച്ച് തിന്നുന്നത് കണ്ട സുലൈമാൻ പറയുന്നു. പതുക്കെ തിന്നെ, ഇത് മുഴുവൻ നിൻ്റെയാണ്. നീ ഒരു കുട്ടിയെ പോലെയാണ്. ഇതെനിക്കല്ല, എൻ്റെ മോന് വേണ്ടിയാണ്. അവൻ ഇത് വേണമെന്ന് പറയുന്നു. പെട്ടെന്ന് അവൾക്കൊരു തളർച്ച തോന്നുന്നു. സുലൈമാൻ അവളെ പിടിച്ചു. എന്തു പറ്റി ഹുറം? അറിയില്ല, എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന. ഗാർഡ്സ്, ഗാർഡ്സ്, സുലൈമാൻ വിളിക്കുന്നു. ഇൻകാരം, അവർ വന്നു. ഫിസിഷ്യനെ വിളിക്കൂ. ഹുറം അവിടെ മയങ്ങി വീഴുന്നു. ഇബ്രാഹിം, ഇബ്രാഹിം, സുലൈമാൻ വിളിക്കുന്നു. ഇബ്രാഹിം ഫിഗ് മരച്ചോട്ടിൽ ഖദീജ സുൽത്താനയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്യാമ്പിൽ വെച്ച് സുൽത്താനയ്ക്കൊരു ലെറ്റർ എഴുതാൻ തുടങ്ങിയതാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇൻകാരം അവിടേക്ക് വന്നു. അയ്യോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആദ്യം ഒന്നും പിടികിട്ടിയില്ല. പിന്നെ ഞാനത് തീയിലേക്കിട്ടു. ഖദീജ സുൽത്താന ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നു. എന്നോട് തോന്നിയ ഫീലിങ്സ് തീയിൽ എരിച്ച് കളഞ്ഞല്ലേ? ഇബ്രാഹിം കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറയുന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളോടുള്ള ഫീലിങ്സിൽ എരിയുകയാണ് എൻ്റെ സുൽത്താന. അവർ പരസ്പരം നോക്കി നിന്നു. മാഹിദേവരൻ സുൽത്താന നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അള്ളാ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഹുറം, ഹുറം, എണീക്ക്. സുലൈമാൻ അവളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. സുംബുലാഗ ഫിസിഷ്യനെയും കൊണ്ട് അവിടേക്ക് വരുന്നു. അവർ അവളെ ചെക്ക് ചെയ്യുമ്പോൾ സുലൈമാൻ പറയുന്നു. അവൾ പുഡിംഗ് കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് തളർച്ച വന്നു, പിന്നെ മയങ്ങി വീണു. അവർ അവളെ കണ്ണും വായുമെല്ലാം തുറന്നു നോക്കി പരിശോധിക്കുന്നു. പെട്ടെന്നൊരു ബക്കറ്റ് കൊണ്ടുവാ, വിഷം ഉള്ളിൽ പോയിട്ടുണ്ട്. ഇത് കേട്ട സുലൈമാൻ ഞെട്ടിപ്പോയി. അവളെ വൊമിറ്റ് ചെയ്യിച്ച് കഴിച്ച ഭക്ഷണം പുറത്ത് കളഞ്ഞാൽ അവൾ രക്ഷപ്പെടും. സുംബുൽ ബക്കറ്റ് കൊണ്ടുവന്നു. അവർ അവളെ ഒരു മരുന്ന് മണപ്പിക്കുന്നു. എന്തായി, എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ? മാഹിദേവരൻ സുൽത്താന ഗുൽഷയോട് ചോദിക്കുന്നു. ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. നീ പുറത്തു പോയ ആ പെണ്ണിനോട് ചോദിച്ചിട്ട് വാ. ഗുൽഷ പോകാൻ തുടങ്ങുമ്പോൾ മാഹിദേവരൻ പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ പോയാൽ അവർ സംശയിക്കും. ആരോ ഓടിപ്പോകുന്ന ഒച്ച കേട്ട് അവർ ശ്രദ്ധിക്കുന്നു. ഹുറം ഛർദ്ദിക്കുന്നു. സുലൈമാൻ അവിടുന്ന് മാറി നിന്നു. സുംബുലാഗ, ഇതെങ്ങനെ സംഭവിച്ചു? ആരാണിത് ചെയ്തത്? ഇബ്രാഹിം എവിടെ? സുലൈമാൻ ചോദിച്ചു.